ഹലോ ഫ്രണ്ട്സ്, വ്ളോഗ്സ് അറ്റ് ദ റേറ്റ് ഡേ നൈറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങളൊരു ഷോ കാണുവാൻ എറണാകുളത്തമ്മ ഗ്രൗണ്ടിൽ പോയി. അവിടെ ഫാൻറ്റസി വേൾഡ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. 100 രൂപയാണ് അതിൻ്റെ എൻട്രി ഫീസ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കാണാം. 100 രൂപ കൊടുത്താൽ എന്താ, നമുക്കതൊരു മെച്ചം തന്നെയാണ്. ഒത്തിരി ബേഡ്സും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പേരൊന്നും ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള സാധനമാണ്. കുറേ കളറുള്ള മത്സ്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾക്കതൊരു വേറിട്ട അനുഭവമായിരുന്നു. വെക്കേഷനല്ലേ പിള്ളേർക്ക്, അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്ന് പിള്ളേർ കാണണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ അതിമനോഹരമായ കാഴ്ചകളാണ് ഞങ്ങളവിടെ കണ്ടത്. ഇതേണ്ട അടിപൊളി ഒരു പക്ഷിയാണ്. അതിൻ്റെ പേര് നമുക്കറിയാൻ പോലെ, എന്നാലും നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഞങ്ങൾ ഈ പക്ഷിനെ കണ്ടിട്ടിരിക്കുമ്പോൾ അടുത്ത് തന്നെ ഒരു ഹലോ 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 എന്നൊരു വിളി. ആ ഹലോ 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 വിളി എന്താണെന്ന് നമുക്ക് കുറേ നേരം ശ്രദ്ധിച്ചു, പക്ഷെ മനസ്സിലായില്ല. ഇതെല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിരിക്കണ മരമാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ആ ഹലോ ഹലോ വിളിക്കണ ആരാ എന്ന് നോക്കി ചെന്നപ്പോഴാണ് തൊട്ടടുത്തൊരു മുയലിനെ കണ്ടത്. മുയലിനൊക്കെ പുള്ളി കണ്ടത് ഇദ്ദേഹമാണ് കേട്ടോ. ഹലോ ഹലോ എന്ന് വിളിക്കുന്നത്, സംസാരിക്കുന്ന ഇദ്ദേഹം നല്ലപോലെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നണം. പക്ഷെ ഞങ്ങളെ കണ്ട് പിള്ളേരൊക്കെ അടുത്ത് ചെന്ന് സംസാരിച്ചപ്പോഴേക്കും അതിനൊരു പേടി തോന്നി. പിന്നെ അത് മിണ്ടിയില്ല. ഇഷ്ടംപോലെ കളർ മത്സ്യങ്ങളുണ്ട്. നല്ല രസമാണ് കാണാൻ. എല്ലാം അങ്ങാടിയൊക്കെ ഓടി ഓടി നടക്കുകയാണ്. ഇതൊക്കെ കണ്ട് പിള്ളേരൊക്കെ നല്ല രീതിയിൽ സന്തോഷിച്ചു. പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും കണ്ട് നല്ല രസമാണ് കാണാൻ. നല്ലൊരു ക്ലൈമറ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, തത്തകൾ വേറെ ഉണ്ട്. പക്ഷെ ഈ തത്തൊന്നും സംസാരിക്കില്ല. മറ്റേ തത്ത നല്ലപോലെ സംസാരിക്കും. ഹലോ ഹലോ എന്ന് മാത്രമല്ല, വേറെ എന്തൊക്കെ പറയുന്നുണ്ടാവും. ഞങ്ങൾക്ക് മനസ്സിലായില്ല ഹിന്ദിയാണോ ഇംഗ്ലീഷാണോ. അത് ഹിന്ദിക്കാരനായ തത്തയാണെന്ന് എനിക്ക് തോന്നണേ. ചെറിയൊരു പാലം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. വേണ്ട, പിള്ളേരൊക്കെ നല്ല സന്തോഷിച്ച് ആടിച്ചാടി ഓടിയൊക്കെ നടന്നു പോകണേ. പാലത്തെ ഒരു ഓവർ ബ്രിഡ്ജ് പോലെ ഒരു പാലമൊക്കെ പണിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അവർ എല്ലാം സെറ്റ് ചെയ്ത് തന്നെയുള്ളു. ഫസ്റ്റ് ഷോ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്ര ഫ്രീ ആയിട്ട് കാണാൻ പറ്റുക. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നുണ്ടായിരുന്നു. ഇതേ അടുത്ത സ്ഥലം കണ്ടോ, അടുത്ത സ്ഥലം സെറ്റ് ചെയ്തേക്കണത് അതിനേലും സൂപ്പറായിട്ടാണ് സെറ്റ് ചെയ്തേക്കണം. എന്താ ഇതേ നോക്കി, കിളികളൊക്കെ ഇതേ പറന്നിറങ്ങും. ഓപ്പണാക്കി ഇട്ടേക്കണേ ചെറിയ കിളികൾ, കോഴിക്കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. എൻ്റെ മോളെ കോഴിക്കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ കോഴിക്കുഞ്ഞ് ചാടിയെടുത്ത്. അത് നോക്കിയോ, ഇപ്പം ചെറിയ പക്ഷികളൊക്കെ ഇല്ലേ, അത് പിന്നെ അതാ എടുത്തല്ല, അവളെ കയ്യിൽ വന്ന് ഇരുന്നതാ. ഇതേ നോക്കിയേ, മരത്തിലൊക്കെ അതേ നിൽക്കണ കണ്ടാ. മരത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, തൊട്ടടുത്താണ്. നമ്മളിങ്ങനെയൊക്കെ ഒന്നും കാണാത്തതല്ല. വേണ്ടതേ എൻ്റെ മോളൊരു പക്ഷീനെ എടുത്ത് വെച്ചിട്ട് അതിനെ ഒന്ന് ഇതാക്കുന്നതാണ്. അവിടെ നിന്ന് സംസാരിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവളെ എൻ്റെ കയ്യിൽ തരാൻ പോയപ്പോഴേ ആ പക്ഷി പറന്നു ഒരു മരത്തിലേക്ക് പോയട്ടോ. എൻ്റെ ഭാര്യ ഒരു പക്ഷീനായിട്ട് കളിക്കുന്നുണ്ട്. വേണ്ട, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാട്ടോ. എല്ലാവരും ചെല്ലുക കുട്ടികളായിട്ടൊക്കെ. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങളൊന്നും ഇത്ര പറ്റേ കണ്ടില്ല. അതെ നോക്കിയപ്പോൾ ഒരു ഇഗ്വാന, ഇതാണ് ഇഗ്വാന കേട്ടോ. എനിക്കതിനെ ആദ്യം പേടിയായിരുന്നു. പെട്ടെന്ന് ഞാൻ കണ്ടപ്പോഴേ, ഞാൻ കണ്ടില്ല അതിനെ, ഒരു അതിൻ്റെ കളറായതുകൊണ്ട്. പക്ഷെ ഞാനതിന് തൊട്ടൊക്കെ നോക്കി, കുഴപ്പമൊന്നുമില്ല. ഇതേ പിന്നെ അടുത്ത് നിന്നപ്പോഴേക്ക് ഇത് ഒരു പഞ്ചവർണ്ണം തത്തുന്നത് മലയാളത്തിൽ പറയും മക്കാവോ എന്ന് നമ്മൾ ഇംഗ്ലീഷും പറയും. നല്ല വേറൊരു അനുഭവം തന്നെയാണ്. ഇതിന് നമുക്ക് കയ്യിലേക്ക് എടുക്കാം. എൻ്റെ മോളാണ് ആദ്യമായിട്ട് കയ്യിലെടുത്തത്. ഇതാണ് അവരുടെ ഒരു വേറിട്ടൊരു കാഴ്ച. അടിപൊളിയാണ് കേട്ടോ. മോളാണ് ആദ്യം എടുത്തത്. എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് നൽകി. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അതെ മോൻ കണ്ട പാമ്പിനെടുത്ത് വെച്ചേക്ക്. അപ്പോൾ 2 പാമ്പും ഉണ്ട്, ഒരു മക്കാവും ഉണ്ട് കേട്ടോ. മോക്കിട്ട് ചെറുതായിട്ടൊരു അടി കൊടുത്ത്. മോളതിനെ തൊടാൻ നോക്കിയപ്പോൾ അതിന് ഇഷ്ടപ്പെട്ടില്ല. അതങ്ങനെയാണല്ലോ. പിന്നെ ഞങ്ങളെല്ലാവരും എടുത്തിട്ടോ.
ആള് കുഴപ്പക്കാരനൊന്നുമല്ല, ആരുടെ അടുത്തും വന്ന് കയറി നിൽക്കുകയൊക്കെ ചെയ്യും. എൻ്റെ മോൻ്റെ പരിപാടിയാണല്ലേ, പാമ്പിനെ എടുത്തിട്ടാണ് കളിക്കണം. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെയാണ്, ഇച്ചിരി ടെററാണ്, പാമ്പിനെ കൊണ്ട കളി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മക്കാവിനെ എൻ്റെ വൈഫ് എടുത്തു. വൈഫിൻ്റെ കയ്യിലെ വാച്ചായിട്ടാണ് ഒന്ന് കടിച്ചു നോക്കിയത്. അവൻ ആ കളർ കണ്ടപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു. എന്തായാലും 100 രൂപ ഷോ കാണാൻ പോയാൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം തോന്നി നിമിഷമാണിത്. ഒരുപാട് ബേഡ്സൊക്കെ നമ്മൾ പുറകെ നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ പഞ്ചവർണ്ണ തത്ത, അങ്ങനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. എന്താ മോൻ കണ്ട ഒരു പാമ്പിനെ പിടിച്ചിട്ട് നടക്കണേ. 2 പാമ്പുണ്ട്. ഇതിപ്പോൾ അടുത്ത മോളാണ്. അവർക്ക് അവരുടെ സന്തോഷമല്ല നമ്മുടെ ഒരു സന്തോഷം. അത് കഴിഞ്ഞിട്ട് അവൻ അടുത്ത പാമ്പിനെ എടുക്കാൻ വേണ്ടി പോയിക്കണ മോൻ. 2 പാമ്പുണ്ടായിരുന്നു. 2 പാമ്പിനെ അവനെടുത്ത്, ആ മക്കാവനും എടുത്ത്. എൻ്റെ കയ്യിലും കയറ്റി കേട്ടോ കുറച്ച് നേരം. പക്ഷെ ഞാൻ പാമ്പിനെ എടുത്തില്ല, ഈ മക്കാവനെ മാത്രമേ എടുത്തുള്ളൂ. നല്ല രസമുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ. നമ്മളിതിനെ കണ്ട തുടർന്ന് അവന് ഇഷ്ടമല്ല. ലൈഫൊന്നും തൊടാൻ നോക്കിയതാ, ഭയങ്കര ഒച്ചപ്പാടൊക്കെ എടുത്തവൻ. അവൻ നമ്മുടെ മേത്തൊക്കെ കയറാൻ സുഖമാണ്. അടുത്ത പാമ്പിനെ കാണിച്ചാൽ കണ്ടാ മോനൊരു പേടിയില്ല, അത് നോക്കി. പക്ഷെ പേടിയില്ലാത്തവര് നമുക്കൊരു പേടിയാണ്. ഇവനിപ്പോൾ വേറെ ഏതെങ്കിലും പാമ്പിനെ പിടിക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എല്ലാ പാമ്പും ഒരേപോലെയല്ല, പണി കിട്ടും കേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അടുത്തതായിട്ട് പാമ്പിൻ്റെ അടുത്ത് കഴുത്തിടാൻ പോണേ. ശിവനാ. ഞാൻ പാമ്പ് കഴുത്തിട്ടാണ് ശിവനെ മാത്രം കണ്ടിട്ടുണ്ട. എല്ലാവരുടെ കയ്യിലും കയറും, ഒരു കുഴപ്പമില്ല മക്കാവക്ക്. പക്ഷെ മക്കാവനെ തൊടാൻ പാടില്ല, അതാണ് അവൻ്റെ ഒരു പ്രത്യേകത. നല്ലൊരു ഇതായിരുന്നു. എൻ്റെ വൈഫ് കൊടുത്തു പാമ്പിന്. പക്ഷെ ഞാൻ തൊട്ടില്ല കേട്ടോ, എനിക്കെന്തോ അങ്ങനെ തൊടാനൊന്നുമില്ല. അല്ലതെ മോളെടുക്കുന്നത് സംസാരിക്കണേ കണ്ടോ. ഇവർക്കൊക്കെ ഒരു പേടിയില്ലായിരുന്നേ. പക്ഷെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതിന് വലിയ പ്രശ്നമൊന്നുമില്ല. അതേ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ അതിനേലും സൂപ്പർ. എന്താ നോക്കിയാൽ നല്ല ഡാൻസാണ് എനിക്ക് തോന്നുന്നത്. ഇവരോട് നമ്മൾ പിള്ളേരെല്ലാവരും ഡാൻസ് കളിച്ചു. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അല്ലാതെ നോക്കി ഹസ്ബൻഡ് കളി നോക്കി എല്ലായിടത്തും 2-3 ഉണ്ട്. മിക്കി മൗസ്, അതുപോലത്തെ മുയല് നോക്കിയാൽ നല്ല മനോഹരമാണ്. വൈഫൊക്കെ ഡാൻസ് കളിച്ചാ എങ്ങനെയുണ്ട്? വൈഫിൻ്റെ ഡാൻസ് എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഞങ്ങള് ആദ്യമായിട്ട് ഫസ്റ്റ് ആയതുകൊണ്ട് വലിയ ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം പോയി കാണാൻ പറ്റി. ഇനിയിപ്പോൾ തിരക്കൊന്നും കൂടിയൊന്നും ഇല്ല. ആവശ്യത്തിന് എല്ലാവർക്കും എത്ര തിരക്ക് വന്നാലും ഉൾക്കൊള്ളാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ട്. നല്ലൊരു ഇതാണ്. അവിടെ നിന്നൊക്കെ ഫോട്ടോയൊക്കെ എടുക്കാം. ഇതേ നോക്കിയേ, ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപ്പ സ്ഥലമാട്ടോ. എല്ലാവരും പോയിക്കോട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കാം. നല്ല കിട്ടിലും ഫോട്ടോ ഒക്കെ എടുക്കാം നിങ്ങൾക്ക്. അങ്ങനെ ഒരുപാട് ഫോട്ടോകൾ ഇതുണ്ട്. ഫോട്ടോ എടുക്കുക ഇഷ്ടംപോലെ ഇതുണ്ട്. ഇനി വേണ്ട കേട്ടോ ഫോട്ടോ എടുക്കാനുള്ള. അടുത്ത സെക്ഷൻ വരുമ്പോൾ വീണ്ടും ഫോട്ടോ എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. ഇതിപ്പോൾ മിക്കി മൗസും മറ്റു സാധനങ്ങളോടൊക്കെ എല്ലാം നമുക്ക് ഡാൻസ് കളിക്കാം. അതുപോലത്തെ ഇതൊക്കെയാണ്. നല്ല ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തേക്കുന്ന നല്ല കലാരൂപങ്ങളൊക്കെ ആണ്. നല്ല എന്ത് ഭംഗിയാണ് നോക്കി. ഇവിടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല കിടിലനായിരിക്കും. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. അടുത്തത് ആന എടുത്തിട്ടാണ് പോണം. ആന ഇവനും നമുക്ക് കുഴപ്പമില്ലാണ്ട് നമ്മൾ അത്യാവശ്യം നമ്മൾ കമ്പനിയൊക്കെ ആവും. എല്ലാവർക്കും കൈയൊക്കെ തരും. നല്ല ഇതൊക്കെ കേൾക്കും. നല്ല ഒരു പാട്ടൊക്കെ വെച്ചിട്ട് നല്ല കിടിലം പാട്ടാണ് വെച്ചേക്കണേ. ആ പാട്ടിനനുസരിച്ച് പറയാം. പാട്ട് ഞാൻ ഇവിടെ നിന്ന് കളഞ്ഞേക്കണം നോത്തില്ലല്ലോ കേട്ടോ. കണ്ടാ എനിക്ക് വന്നപ്പോൾ തന്നെ കൈയൊക്കെ തന്ന്, വൈഫിനും തന്ന്, എല്ലാവർക്കും തന്നു. വാസുവൊക്കെ നല്ല മോനൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഈ ഷോ. വേണ്ട നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അവർ വർക്കൊക്കെ. അടിപൊളിയാണ്. നല്ല ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാ. അടുത്ത സ്ഥലം അതിനേലും അടിപൊളിയാണ് കേട്ടോ. ഇതണ്ട അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോയും എല്ലാ കാഴ്ചകളും കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത സ്ഥലം അതിനേലും സൂപ്പറാണ്. ഇതണ്ടതേ പൂവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കണ്ടോ, അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചാൽ. നല്ല സൂപ്പർ ആർട്ട് വർക്ക് അറിയാവുന്ന ആൾക്കാരാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ സംഭവങ്ങളും. ഇത് ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കി വെച്ചാൽ കണ്ട മക്കളായ്മത്തിന് ചാടിയത് ഹണി ബി, തേനീച്ച.
അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതേടെ നോക്കി മക്കൾ കാണിക്കണുണ്ടോ? അവിടെ ചെറിയായിട്ടൊരു മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ മ്യൂസിക്കും കൂടി ആകുമ്പോൾ നൈസാണല്ലോ. ഫോട്ടോ എടുക്കാൻ ഇഷ്ടംപോലെ സെക്ഷൻ അവരുണ്ടാക്കിയിട്ടുണ്ടോ. ഫോട്ടോ ഷൂട്ടിന് പറ്റുന്ന ആൾക്കാരെല്ലാവരും പോക്കോട്ടോ. നല്ല സ്ഥലമാണ്, ഇഷ്ടംപോലെ ഫോട്ടോകൾ എടുക്കാം. 2 അരയണങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ നല്ല സൂപ്പർ കലാകാരന്മാരാണ്, അതൊന്നും പറയാനില്ല. അടുത്ത് കുറേ സ്റ്റാളാട്ടോ, ഇഷ്ടംപോലെ സ്റ്റാളുണ്ട് അവിടെ. സോഫ എല്ലാം റിഡക്ഷൻ റേറ്റിൽ തരും കേട്ടോ, റിഡക്ഷൻ റേറ്റിൽ തരും. ബെഡ്, ആ ബെഡ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട്. പക്ഷെ നമുക്ക് 2 ബെഡുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ 2 വേണ്ട. ചാരുകസേര ചാരുന്നോർക്ക് താത്തു മോള് കയറി ചാരിയിരുന്നു. ഞാനൊന്ന് താത്തി കൊടുത്തപ്പോൾ അവൾ മേടിച്ചു പോയി. ഇഷ്ടംപോലെ സ്റ്റാൾസ് ഉണ്ട്. വീട്ടിലേക്ക് അത്യാവശ്യ സാധനങ്ങൾക്ക് മേടിക്കുന്നവർക്ക് മേടിക്കാം. റിഡക്ഷനൊക്കെ ഉണ്ട്. അത് വിലയൊക്കെ കുറച്ച് വരുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ടൊരു സ്കോഷിൻ്റെ എസൻസ്. വീട്ടിലേക്ക് പെട്ടെന്ന് ആരെങ്കിലൊക്കെ വരുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ചു കൊടുക്കാം. പക്ഷേ ഇതൊക്കെ നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. പക്ഷേ ഇവർ പറയുന്നത് ഇവരുടെ കമ്പനി അവരുടെ സ്വന്തം തോട്ടത്തിൽ നിന്നുള്ള സാധനമാണ്. അടുത്തിടെ എങ്ങനെ ഒരു അലുവ മറ്റേ ഇതൊക്കെ മറക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് കുറച്ച് സാധനം മേടിച്ച് കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. ഇഷ്ടംപോലെ സ്റ്റാളുണ്ട്. ശ്രീകാട്ടൊക്കെ വൈഫാണ്ടൊക്കെ പോകുമ്പോൾ ഇച്ചിരി പൈസയൊക്കെ കരുതി പോകാൻ നല്ലതാണ് ഈ സ്റ്റാളിലൊക്കെ വരുമ്പോൾ. എല്ലാ സാധനവും ആവശ്യമുള്ള സാധനങ്ങളാണ്. ഞാൻ കുറച്ചൊക്കെ സാധനമൊക്കെ മേടിച്ചു കൊടുത്തു. വീട്ടിലൊന്നും മേടിച്ചില്ല, എന്നാലും കുറച്ചൊക്കെ സാധനമൊക്കെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ അത്യാവശ്യം മേടിച്ചു കൊടുത്തു. അങ്ങനെ നടക്കുമ്പോഴാണ് പിള്ളേർക്കൊക്കെ ഏത് ബുക്ക് എടുക്കണമെന്ന് അറിയില്ല, അങ്ങനെ നടക്കുന്നതാണ്. വൈഫ് ഡിഗ്രിക്ക് പഠിച്ചൊരു പോർഷൻ, അതിൻ്റെ ഒരു ഇതാണ് കാണിച്ചത്. മഞ്ഞ് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടോ. മാങ്ങയൊക്കെ ഇട്ട് വെക്കാം ഭരണിക്ക്. അതേ നോക്കി. അടുത്ത മറ്റേ കോളിഫ്ലവർ ഉണ്ട്, അതെല്ലായിടത്തും ഉള്ളതാണ്. ഞങ്ങൾ കഴിച്ചിട്ടോ, കുഴപ്പമില്ല. വെറൈറ്റി സ്നാക്സാണ്, നൈസാണല്ലോ. ഞങ്ങൾ ഒരു പ്ലേറ്റേ മേടിച്ചുള്ളൂ, അവർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷെ അവർക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഞങ്ങൾ കഴിച്ചു തുടങ്ങിയപ്പോഴൊക്കെ എല്ലാവരും കഴിച്ചു. ആദ്യം കഴിച്ചപ്പോൾ ഒരു ഇതുണ്ടാകുന്നെങ്കിലും പിന്നെ അടിപൊളിയായിരുന്നു. എൻ്റെ ആ മുളക് ഇച്ചിരി ചമ്മന്തിക്ക് ഇച്ചിരി ഇതുണ്ടാവും, ഇച്ചിരി കൂടുതലാണ്. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. അടിപൊളിയായിട്ട്